നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വൈഡായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം സംസാരിക്കാനാണ് ഈ വീഡിയോ ആയിട്ട് വന്നത്. സോ ദിസ് ഈസ് ഷാനൂസ് ഇൻ ഷാനൂസ് ടോക്സ് വിത്ത് അനദർ വീഡിയോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊബർ റാപ്പിഡോ ബൈക്ക് ടാക്സി. ഊബർ റാപ്പിഡോ ടാക്സി അവര് ടാക്സി ഓടുന്നതിന് എതിരെയുള്ള ഇത് രണ്ടും ഉപയോഗിക്കാത്ത ടാക്സി ഓടുന്ന ചില കഴപ്പന്മാരുടെ ചേട്ടന്മാരുടെ പ്രശ്നമൊക്കെ ഞാൻ ഒരു റീലിട്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ ബൈക്ക് ടാക്സി എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. ബൈക്ക് ടാക്സീസ് നിരോധിച്ചേ പറ്റൂ എന്നാണ് ഒരു കൂട്ടം ടാക്സി ഓടുന്ന ചേട്ടന്മാരുടെയും പിന്നെ ഇതിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത ഇത് കാണുമ്പോൾ കുരുപൊട്ടുന്ന റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കുരുപൊട്ടി കോലും കൊണ്ട് നടക്കുന്ന ഒരു പറ്റം മീഡിയക്കാരുമുണ്ട്. ബൈക്ക് ടാക്സി, അത് ഊബറിലായിക്കോട്ടെ റാപ്പിഡോയിലായിക്കോട്ടെ, ബൈക്ക് ടാക്സി നിരോധിക്കണം. ഇതാണ് ഇവരുടെ ആവശ്യം. എന്തിനു നിരോധിക്കണം? മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതെല്ലാം അലൗഡാണ്. എന്തിനീ സാമാനം നിരോധിക്കണം? അതിന് ഇവർ പറയുന്ന കുറച്ച് ന്യായങ്ങളുണ്ട്. അതാണ് കോമഡി. അതിൽ ഇവർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ബൈക്ക് ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ അല്ല, അതിന് വെള്ള നമ്പർ പ്ലേറ്റ് ആണ്, ടാക്സി ഓടാൻ പറ്റത്തില്ല. ശരി, അംഗീകരിക്കുക. ആട്ടോക്കാരും ടാക്സിക്കാരും ഒക്കെ മഞ്ഞ നമ്പർ പ്ലേറ്റ് അടിച്ച് വർഷാവർഷം ടെസ്റ്റും നടത്തി റോഡ് ടാക്സും കാര്യങ്ങളൊക്കെ കൂടുതൽ അടച്ച് ടാക്സി ഓടി ജീവിക്കുന്നു. ശരി, വെള്ള നമ്പർ പ്ലേറ്റ് വരുമ്പോൾ ടാക്സ് കുറവാണ്. 5 വർഷത്തിൽ ആദ്യം 15 വർഷം കഴിഞ്ഞ് പിന്നെ 5 വർഷത്തിൽ ഒരിക്കൽ ടെസ്റ്റ് നടത്തിയാൽ മതി. അതിലൊക്കെ ടാക്സിക്കാർക്ക് കൂടുതൽ പൈസ ചെലവാകുന്നുണ്ട്. ശരിയാണ്, അവർ പറയുന്ന അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്, സമ്മതിക്കാം. പക്ഷെ മീഡിയക്കാർ പറയുന്ന ഒരു സാധനമുണ്ട്, ആക്സിഡന്റ് പറ്റിയ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ആക്സിഡന്റ് പറ്റിയ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റൂല? ഇത് റാപ്പിഡോ രജിസ്റ്റേർഡ് വണ്ടിയാണോ അല്ലെങ്കിൽ ഊബർ ഓടുന്ന വണ്ടിയാണോ, ഈ ബൈക്ക് ടാക്സിയിൽ രജിസ്റ്റേർഡ് ആണോ എന്നൊക്കെ ഇൻഷുറൻസുകാർ എന്തേലും മഷിയിട്ട് നോക്കോ? ആക്സിഡന്റ് പറ്റിയ മഷിയിട്ട് നോക്കോ? രണ്ടാമത്തെ ചോദ്യം, ബൈക്കിൽ രണ്ടുപേർക്കേ പോകത്തുള്ളൂ. ബാക്കിൽ ഇരിക്കുന്നവൻ ടാക്സി ആയിട്ട് വിളിച്ചു പോകുന്നതാണോ അതോ സ്വന്തം വീട്ടുകാരോടെ പോണതാണോ ചേട്ടന്റെ അച്ഛന്റെ കൂടെ പോണതാണോ എന്ന് മണത്ത് കണ്ടുപിടിക്കോ? ഒന്ന് നക്കി നോക്കോ? അതും ഇങ്ങനെ മഷിയിട്ട് നോക്കോ ഇൻഷുറൻസുകാര്? ഇൻഷുറൻസ് ക്ലെയിം കിട്ടൂല പോലും. ബൈക്ക് ടാക്സി ആണെന്നുണ്ടെങ്കിൽ വണ്ടി ഇടിച്ചതിന് ഇൻഷുറൻസ് ക്ലെയിം കിട്ടൂല. ഈ പറയണവന്റെ ഒക്കെ അച്ഛനാണ് ഇൻഷുറൻസ് കമ്പനി ഇരിക്കുന്ന ക്ലെയിം കൊടുക്കാനായിട്ട്. അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കണം. ഊബർ റാപ്പിഡോ ബൈക്ക് ടാക്സികളെല്ലാം കർശനമായ നിയമലംഘനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു നിയമലംഘനമാണ് നടത്തുന്ന നിയമലംഘനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ള നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടി ടാക്സി ആയിട്ട് ഓടുന്നു. ശരി, ആയിക്കോട്ടെ, നിയമലംഘനമാണ്. അത് നിയമലംഘനമാണെന്നുണ്ടെങ്കിൽ എന്തിന് റാപ്പിഡോ ഊബർ പോലുള്ള പ്ലാറ്റ്ഫോമിന് ബൈക്ക് ടാക്സി എന്ന് പറയുന്ന സാധനം ചെയ്യാനായിട്ടുള്ള അനുവാദം ഗവൺമെന്റ് കൊടുക്കുന്നു? അനുവാദം കൊടുത്തത് ഗവൺമെന്റ് അല്ലേ? അനുവാദം കൊടുക്കാതെ ഇരുന്നെങ്കിൽ പ്രശ്നം വരില്ലായിരുന്നല്ലോ. ഗവൺമെന്റ് അനുവാദം കൊടുത്ത് MVDക്ക് കാണുമ്പോൾ കുരുവിട്ടല്, നമ്മുടെ നാട്ടിലെ മീഡിയാസിനും കുരുവിട്ടല്. എന്തിന്? അനുവാദം കൊടുക്കാതിരുന്ന ഈ പ്രശ്നം തീരൂലായിരുന്നു, ബൈക്ക് ടാക്സി വരൂലായിരുന്നല്ലോ. നിങ്ങൾ അനുവാദം കൊടുക്കും, അപ്രൂവലും കൊടുക്കും, പെർമിറ്റും കൊടുക്കും, എന്നിട്ട് അതിനെ ഒരു തൊഴിലായി കണ്ട് ആൾക്കാർ അതിനായിട്ട് ഇറങ്ങുമ്പം അവരെ കഞ്ഞുടി മുട്ടിക്കണം. എന്താണ് ഇതിന്റെ ആവശ്യം? ഇനി ഞാൻ എന്തിനാണ് ഈ ഊബർ റാപ്പിഡോ ബൈക്ക് ടാക്സി എന്ന് പറയുന്ന സാധനത്തിന് എതിരെ ഇവർ സംസാരിക്കുമ്പോൾ അവർക്കെതിരെ വന്ന് ഘോരഘോരമായിട്ട് സംസാരിക്കുന്നതും ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം ഇത് കാണുന്ന പല ടാക്സിക്കാരന്മാർക്കും ചിലപ്പോൾ മീഡിയക്കാർക്കും ഒക്കെ കുരുപൊട്ടി വന്നിരിക്കും. എന്നെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ച് കമന്റ് വിട്ടുവന്നിരിക്കും. ഞാൻ പറഞ്ഞുതരാം, കേട്ടോ. ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ, ഒരുത്തന് ജോലിയില്ല. ഫോർ എക്സാമ്പിൾ, കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യൻ അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയ പയ്യൻ, അവന് ജോലിയൊന്നും ആയിട്ടില്ല. അവന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, പക്ഷെ അവന് ടാക്സി ഓടാനായിട്ട് ഒരു കാർ എടുക്കാനോ ആട്ടോ എടുക്കാനോ ഒന്നും പൈസ ഇല്ല. പക്ഷെ അവന്റെ കയ്യിലൊരു ബൈക്കുണ്ട്. അപ്പോഴാണ് ഈ ബൈക്ക് ടാക്സി എന്ന് പറഞ്ഞ സാധനം വരുന്നത്. അവൻ അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ അത് വാങ്ങി ജോലിക്ക് പോവാം. 100-200 രൂപ ചിലപ്പോൾ ആദ്യം പ്ലാറ്റ്ഫോമിൽ കൊടുത്താൽ മതി. 3-4 ലക്ഷം രൂപ കൊടുത്ത് കാറോ ആട്ടോയോ ഒന്നും എടുക്കണ്ട, ടാക്സി വണ്ടി ഒന്നും എടുക്കണ്ട. അവന്റെ കയ്യിലുള്ള വണ്ടി വെച്ചിട്ട് അവന് അത്യാവശ്യം പൈസ ഉണ്ടാക്കാനുള്ള, അവന്റെ ചിലവും കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു ഉപജീവന മാർഗത്തിനായിട്ടുള്ള പൈസ ഉണ്ടാക്കാനുള്ള ഒരു സാധനം ഉണ്ടാക്കാൻ അവൻ ആ വണ്ടി കൊണ്ട് പറ്റും, ആ ബൈക്ക് കൊണ്ട് പറ്റും. അതുകൊണ്ട് അവൻ ആ ജോലിക്ക് ഇറങ്ങും. അവൻ ആ ജോലിക്ക് ഇറങ്ങുന്നതിന്റെ കാരണം എന്താണ്?
അവൻ ചിലപ്പോൾ ലക്ഷങ്ങൾ മുടക്കിയായിരിക്കും അവൻ ആ ഒരു കോഴ്സ് പഠിച്ചത്. അവൻ ചിലപ്പോൾ എക്സാം കഴിഞ്ഞ് നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, ഏതെങ്കിലും കമ്പനിയിലോ പോസ്റ്റിലോ ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഇവനെ പഠിപ്പിക്കാൻ വേണ്ടി ഇവന്റെ വീട്ടുകാർ ലക്ഷങ്ങൾ ചിലപ്പോൾ കടമെടുത്തായിരിക്കും പഠിപ്പിച്ചത്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ലോൺ എടുത്തായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വീട് വെക്കാനൊക്കെ മാറ്റി വെച്ചേക്കുന്ന പൈസ ഒക്കെ എടുത്തായിരിക്കും മോന്റെ അല്ലെങ്കിൽ മകളുടെ ഭാവി നേരെയാവട്ടെ, അവർ രക്ഷപ്പെട്ട് തന്നെ നമ്മുടെ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്നും പറഞ്ഞൊക്കെ എടുത്ത് വെച്ച് ഇവരെ പഠിപ്പിക്കുന്നത്. ചിലർ ബാംഗ്ലൂരിൽ നിന്ന്, ചിലർ തമിഴ്നാട്ടിൽ നിന്ന്, ചിലർ വേറെ ജില്ലകളിൽ നിന്ന്, കേരളത്തിനകത്ത് തന്നെ, ഇങ്ങനെ പല സ്ഥലത്തായിട്ട് പോയി നിന്ന് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ജോലി തേടി പോകുന്ന ആൾക്കാരുണ്ട്, സ്ഥലം മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തായിട്ടൊക്കെ പഠിക്കാനും അതിനൊക്കെ മാറി നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അപ്പൊ ഇവർക്ക് ഓൾറെഡി അറിയാം നമ്മളെ വീട്ടുകാർ കടവും മറച്ച് കയ്യിലിരുന്ന പൈസ എല്ലാം നുള്ളി പറിക്കണം, നമ്മളെ പഠിപ്പിക്കാൻ പോകണം, നമ്മൾ ഏതെങ്കിലും നിലയിലെത്തണം, നമ്മളെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഫീസ്, ഹോസ്റ്റൽ ഫീസ്, പൈസയുടെ ഫീസ്, ഇതെല്ലാം വീട്ടുകാരെ നിന്ന് എങ്ങനെയാണ് ഇത്രയും ചിലവാക്കി കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിക്കുന്ന വീട്ടുകാരെ മുമ്പ് കൈനീട്ടി ഇരന്ന് ചോദിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? ചെറിയൊരു ഉളുപ്പ്, നാണക്കേട് എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ വരും. അപ്പം കയ്യിലൊരു ബൈക്കുണ്ട്, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു പഴഞ്ച ബൈക്ക് എടുക്കുക, അല്ലെങ്കിൽ കൂട്ടുകാരന്റെ ബൈക്ക് അവിടെ ഫ്രീ ആയിട്ട് ഇരിപ്പുണ്ട്, വേറെ നാട്ടിലാണ്, വേറെ സംസ്ഥാനത്താണ്, സ്വന്തം നാട്ടിൽ പോലും അല്ല, ഓൾറെഡി വീട്ടുകാർക്ക് ഒരു ഭാരം കണക്ക് ഒരുപാട് പൈസ പഠിക്കാനും ഇതിനും ചെലവിനുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സ്വന്തം ചെലവെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ആ ഒരു ബാധ്യത വരൂലല്ലോ, ഇത്രയും സമാധാനം അവർക്ക് കിട്ടത്തില്ലേ? അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചിറങ്ങി നിൽക്കുകയാണ്, ലോണൊക്കെ എടുത്താണ് പഠിപ്പിച്ചേക്കുന്നത്, ചിലപ്പോൾ കിടപ്പാടം പുതിയൊരു വീട് വെക്കാനായിട്ട്, ചുവന്നൊലിക്കുന്ന വീടായിരിക്കും, നല്ലൊരു വീട് വെക്കാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് അവർ മാറ്റിവെച്ച പൈസയൊക്കെ എടുത്തായിരിക്കും മക്കളെ പഠിപ്പിക്കുന്ന. അപ്പൊ അതിന്റെയൊക്കെ ലോണും കാര്യങ്ങളൊക്കെ കാണും. ജോലിയാണെങ്കിൽ ഒട്ടായിട്ടുമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലും അവരെ കൈ കൊണ്ട് കൊടുത്തതിന് അത്ര സമാധാനം ആവൂലേ എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവനായിരിക്കും. അവന് പോയി ഒരു ടാക്സി കാറോ ആട്ടോയോ ഒന്നും എടുക്കാനുള്ള പൈസ കാണത്തില്ല. അവന്റെ കയ്യിൽ ഒട്ടിലൊടുക്ക് ബൈക്ക് കാണും. അവൻ ഒരു ഹെൽമറ്റും എടുത്തുകൊണ്ട് ഇതിനകത്ത് 10-200 രൂപ എവിടെന്നെങ്കിലും മറച്ചൊപ്പിച്ച് രജിസ്റ്റർ ചെയ്ത് എങ്ങനെയെങ്കിലും ഡെയിലി ഒരു 10-500 രൂപ വീട്ടുകാരെ കൈ കൊണ്ട് കൊടുക്കാം, അവർക്ക് സന്തോഷമാവട്ടെ, എന്നെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവട്ടെ എന്നും പറഞ്ഞ് അവൻ്റെ എടുത്തുകൊണ്ട് ഓടാനിറങ്ങും. ഇത്രയും കഷ്ടപ്പാടുള്ളവനായിരിക്കും ഇറങ്ങുന്ന. അങ്ങനെ ഇറങ്ങുന്ന ഒരുപറ്റം ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ ഒരുപറ്റം ആൾക്കാരുടെ കഞ്ഞിയിലാണ് നീയൊക്കെ മണ്ണ് വാരി ഇടുന്നത്. മനസ്സിലാക്കുക കേട്ടോ. ലക്ഷങ്ങളും കോടികളും വീട്ടിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരുത്തനും ഈ ഹെൽമറ്റും എടുത്ത് വെച്ചുകൊണ്ട് ബൈക്ക് ടാക്സി ആയിട്ട് ഓർക്കണം, ബൈക്ക് ടാക്സി, ഒരാളെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ബൈക്ക് ടാക്സി ആയിട്ട് ഇറങ്ങൂല ഒരിക്കലും. ഇല്ലാത്തവനാണ് ഇറങ്ങുന്നത്, അന്നത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രാരാബ്ദം ഉള്ളവനാണ് ഈ പരിപാടിക്ക് ഇറങ്ങുന്നതെന്ന് മനസ്സിലാക്കാതെ അങ്ങനെ ഇറങ്ങുന്നവന്മാരുടെ കഞ്ഞിയൂടി മുട്ടിക്കാനായിട്ട് കുറെ തന്തയില്ല മക്കൾ. എന്തോന്നടേ നമ്മുടെ നാട്ടിൽ ഇത്രയും കുരുപൊട്ടൽ എന്തിനാണ് ഇത്രയും കുരുപൊട്ടലും കണ്ണുകടിയൊക്കെ? മനസ്സിലാവാത്ത കാര്യമാണ്. നിന്റെയൊക്കെ ഈ കഴുത്തവപ്പ് കണ്ടോന്ന് ആരും വിളിക്കാത്തത്. ഇത് ഊബറിന്റെയോ റാപ്പിഡോയുടെയോ അല്ലെങ്കിൽ ഇതിലെ ടാക്സി, ഈ പ്ലാറ്റ്ഫോമിലൊക്കെ ടാക്സി ഡ്രൈവേഴ്സ് ആയിട്ട് ഓടുന്ന ആരുടെയും കുഴപ്പമല്ല. നിന്റെയൊക്കെ കയ്യിരിപ്പ് കൊണ്ടാണ് നിനക്കൊന്നും ഓട്ടം കിട്ടാത്തത്. അതാദ്യം മനസ്സിലാക്കണം. മാന്യമായ വേതനം വാങ്ങിക്കുക, മാന്യമായ കൂലി വാങ്ങിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒക്കെ ഓട്ടം കിട്ടും. ഇനി അഥവാ നിങ്ങൾക്ക് എന്നിട്ടും ഓട്ടം കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം എടുത്ത് വെച്ച് ഊബറും ടാക്സിയൊക്കെ ഓടുക. അപ്പൊ അവര് കിട്ടുന്ന അതേ വേതനം നിങ്ങൾക്ക് കിട്ടും. ഇത് അവരെ കണക്ക് നിങ്ങൾക്ക് മണിക്കൂറുകളോളം പണിയെടുക്കാൻ വയ്യ, എന്നാൽ അവര് ഓടണ്ടെന്നുള്ള ഒരു വാശി കാണിക്കുമ്പോഴാണ് എങ്ങും എത്താതെ നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യം പച്ചയായിട്ട് പറഞ്ഞുതരാം, ഊബർ, റാപ്പിഡോ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. നീയൊക്കെ കോര കിടന്ന് കുരച്ചെന്നും പറഞ്ഞ് ഈ പരിപാടി നിർത്താൻ പോകില്ല, നീയൊക്കെ മൂഞ്ചി പോകത്തേ ഉള്ളൂ. ടാക്സി ഓടുന്ന ഇത് ഇങ്ങനെ ഓടാൻ താല്പര്യമില്ലാത്ത ടാക്സി ഓടുന്ന മാമന്മാരും അച്ഛന്മാരും കേൾക്കാനായിട്ട് പറയുന്നത്, കുരച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അവന്മാർ നിർത്താൻ പോകില്ല, അവന്മാർ നിർത്തേയില്ല. പിന്നെ നീയൊക്കെ ഇപ്പൊ ഈ തടുക്കുന്നതിന് എന്തെങ്കിലും റെമഡിയും കൊണ്ട് അവന്മാർ ഉടനെ വന്നോളൂ. കാരണം ഒരുപാട് ആൾക്കാർ ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. ഇതൊരു വരുമാനമാക്കി കൊണ്ടുപോകുന്ന ആൾക്കാരുമുണ്ട്. അവന്മാർ എന്തെങ്കിലും റെമഡീസ് കൊണ്ടുവന്നോളൂ. പോലീസ് തന്നെ ഈ തടഞ്ഞു നിർത്തുന്നവന്മാരെ മണ്ടകളൊക്കെ അടിക്കുന്ന പരിപാടിയിലോട്ട് കൊണ്ടുവരും. അപ്പൊ ഞാൻ മറ്റേ ആട്ടോ സംഘടനയിലുള്ളതാണ്, അല്ലെങ്കിൽ ആട്ടോ സ്റ്റാൻഡിലെ വലിയ കൊണാണ്ടറാണെന്ന്, ടാക്സി സ്റ്റാൻഡിലെ മെയിൻ വാപ്പായാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മണ്ടകളൊക്കെ അടിയും കൂടെ കിട്ടും. അപ്പൊ മൾട്ടിനാഷണൽ കമ്പനീസിന്റെ അടുത്താണ് കിടന്ന് കളിക്കുന്നത്. അവന്മാര് എന്തായാലും അതിന് റെമഡീസ് കൊണ്ടുവന്നിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഓട്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ മാന്യമായിട്ടുള്ള കൂലി വാങ്ങിക്കുക, കസ്റ്റമേഴ്സിന്റെ അടുത്ത് കഴുത്തിറക്കാതിരിക്കുക.
മനസ്സിലാക്കി നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങൾക്ക് ഓട്ടം കിട്ടും, അവർക്ക് ഓട്ടം കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം എടുത്ത് അതിൽ വർക്കർ ആവുക. നല്ല പൈസ കിട്ടും, നല്ല പൈസ കിട്ടും എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്, നല്ല പൈസ കിട്ടും. അപ്പോൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. അപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ഈ വീഡിയോ കാണുന്നുള്ളവർക്ക് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും, എന്തുകൊണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട്. കഷ്ടപ്പെടുന്നതിന് വേണ്ടി സംസാരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കിടന്ന് വായിട്ടലയ്ക്കുന്നതിനും ബാക്കി എന്ത് കാര്യം ചർച്ച ചെയ്തിട്ടും ഒരു കാര്യമില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ബാക്കി എല്ലാവരും ഇതേപോലെ ഒന്ന് യൂട്യൂബിൽ കയറി കഷ്ടപ്പെടണമാർക്ക് വേണ്ടി സംസാരിക്കണമെന്നൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വ്യൂ പോയിന്റ് പറഞ്ഞതാണ്. So, signing off, Shanos Talks from Shanos Talks. See you in the next video. Until then, bye bye.